ഹായ് ഡിയർ, വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ്. ഇത് എല്ലാവർക്കും റെലവൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എന്നാലും ഫോർത്ത് ഡയമെൻഷനിലുള്ള ഒരു സെക്കൻഡ് അപ്ഡേറ്റ് കൂടിയാണ്. എന്താണ് ഫോർത്ത് ഡയമെൻഷൻ, എന്താണ് ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ പ്ലേലിസ്റ്റ് പോയെന്ന് കാണാം. ഈ വീഡിയോ റിലവൻ്റ് ആകുന്നത് കൃത്യമായി ഇന്ന വർക്ക് ചെയ്യാതെ, പേഴ്സണൽ ഡ്യൂട്ടീസ് ചെയ്യാതെ, ഫാമിലി ഡ്യൂട്ടീസ് ചെയ്യാതെ, വർക്ക് പ്ലേസ് ഡ്യൂട്ടീസ് ചെയ്യാതെ പറ്റുന്ന രീതിയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. അത് DM ആയിക്കോട്ടെ, DF ആയിക്കോട്ടെ. ഓക്കെ ഡിയർ, നിങ്ങളൊരു ഫോർത്ത് ഡയമെൻഷനിൽ എത്തി നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ കൂടി നിങ്ങളുടെ ഈ ഡ്യൂട്ടീസ് നിങ്ങൾ കൃത്യമായി ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും 3D ലൈഫിലേക്ക് എത്തപ്പെടും. വീണ്ടും അവിടെ നിന്ന് ഫോർത്ത് ഡയമെൻഷനിലേക്ക് പോകാനായിട്ട് വീണ്ടും കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. ഓക്കെ ഡിയർ, അതുകൊണ്ട് നിങ്ങളങ്ങനെ ഡ്യൂട്ടീസ് കൃത്യമായി ചെയ്യുന്നില്ല എങ്കിൽ ഈ വീഡിയോ കാണാം. അല്ലെങ്കിൽ എല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, സാമൂഹിക പ്രവർത്തകരുണ്ട്. അവരൊക്കെ അവനവൻ്റെ ജീവിതത്തെക്കാളും മറ്റുള്ളവരുടെ ജീവിതത്തിന് പ്രാധാന്യം നൽകുന്നവരാണ്. സ്വന്തം ജീവിതത്തെക്കുറിച്ച് അവർക്ക് കൂടുതൽ ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ അവർക്കധികം സമയം കിട്ടാറില്ല. അതിലുപരി അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് അവരെപ്പോഴും കോൺഷ്യസ് ആയിരിക്കും. കാരണം ഒരു ഡോക്ടർ അവർക്ക് നല്ലൊരു ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എല്ലാവരെയും ശുശ്രൂഷിച്ച് അവർക്ക് ആ ഒരു ആ വർക്കിൽ 100% നിന്നുകൊണ്ട് മറ്റുള്ളവരെ സേവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഒരു നേഴ്സായാലും അങ്ങനെ തന്നെ. ഒരു സാമൂഹിക പ്രവർത്തകനായാലും നമ്മൾ കണ്ടിട്ടില്ലേ, എത്രയോ ഏജ് ആയിട്ടുള്ള വ്യക്തികളാണ്. അവരെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തുമാത്രം ട്രാവൽ ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ സമയമില്ല. അപ്പോൾ അവർക്ക് അത്രയും നല്ലൊരു ആരോഗ്യം ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഒരു ഡോക്ടറായാലും നേഴ്സായാലും. അവർക്ക് ഒരു ടൈം, ഇപ്പോൾ ഒരു സാമൂഹിക പ്രവർത്തകനായാലും അവർക്കൊരു ടൈമൊന്നുമില്ല. അവരെപ്പോഴും 24 മണിക്കൂർ അവർ വിജിലൻ്റ് ആയിരിക്കണം. അവർക്കൊരാവശ്യം വന്നാൽ, മറ്റൊരാൾക്കൊരാവശ്യം വന്നാൽ അവർ ഓടിപ്പോകേണ്ടതായിട്ട് വരും. സ്വന്തം കാര്യങ്ങൾ, സ്വന്തം ഫാമിലിയുടെ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി അവർക്ക് പോവേണ്ടതായിട്ട് വരും. അപ്പോൾ അത്രത്തോളം അവർ ഡ്യൂട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ സോൾജിയേഴ്സ്, അവർ കുടുംബത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവിക്കുന്നവരാണ്. അവിടെയും അവരുടെ ആരോഗ്യം അവർ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ബോഡി അവർ അത്രത്തോളം വളരെ ഹാർഡായിട്ടുള്ള ട്രെയിനിങ്സിലൂടെയാണ് അവരത്രയും മെരുക്കിയെടുക്കുന്നത് അല്ലേ. അപ്പോൾ അവരൊക്കെയും എന്തുമാത്രം മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ഒരു ലൈഫ് തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ലൈറ്റ് വർക്കേഴ്സ്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ കൗണ്ടർ പാർട്ട് വരുന്നത്. ഇപ്പോൾ ഒരു DF എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് അവിടെ DMൻ്റെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുക. അതുപോലെ DM ആ ഫിസിക്കൽ വേൾഡിൽ എത്രത്തോളം നന്നായിട്ട് മുന്നോട്ട് പോകുന്നു അതിനനുസരിച്ചാണ് DFൻ്റെ ഫിസിക്കൽ വേൾഡിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവുക. പരസ്പരം സപ്പോർട്ടീവാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു DF ആയാലും DM ആയാലും നിങ്ങളുടെ ഡ്യൂട്ടീസ് നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ജേർണിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറേയധികം കർമാസും ട്രോമാസും ഒക്കെ ക്ലിയർ ചെയ്യാനുണ്ട്. അതിനനുസരിച്ചിട്ടുള്ളൊരു ഫാമിലിയിലാണ് വന്ന് ജന്മം എടുത്തിരിക്കുന്നത്. നിങ്ങളായിട്ട് ചൂസ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഈ ഒരു ഫാമിലി. എന്തിനാണ്? നിങ്ങളുടെ കഴിഞ്ഞ ജന്മങ്ങളിലെ കർമാസും ട്രോമാസൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം ക്ലിയർ ചെയ്യുമ്പോൾ ആ ഫാമിലിക്കും അത് ബെനിഫിറ്റബിളാണ്. അപ്പോൾ ആ ഒരു ഫാമിലി നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ സമൂഹത്തിന് നിങ്ങളുടെ സേവനം ആവശ്യമാണ്. പല രീതിയിൽ, ഓരോരുത്തരും ഓരോ രീതിയിലാണ് സമൂഹത്തെ സേവിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിന് നമ്മൾ ആവശ്യമാണ്. സ്വയം പ്രകാശിക്കാൻ ആദ്യം നമുക്ക് സാധിക്കണം. അതിനാണ് ഈ ഇന്നർ വർക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ലൈറ്റ് എനർജിയെ നമ്മൾ പതിയെ പതിയെ ഗ്ലോ ചെയ്ത് കൊണ്ടുവരികയാണ്. ആ ഉള്ളിൽ നിന്ന് ആ ഒരു പ്രകാശം ഇങ്ങനെ വ്യാപിച്ച് അത് നമ്മുടെ ഓറയിലേക്കും അത് കഴിഞ്ഞ് ഓറയുടെ പുറത്തേക്കും ചുറ്റിലേക്കും അത് പ്രതിഫലിക്കുകയാണ്, പടരുകയാണ്. ഓക്കെ, അത്തരത്തിൽ ഒരു പ്രപഞ്ചത്തിന് ലൈറ്റ് എനർജി കൊടുക്കേണ്ട വ്യക്തികളാണ്. ഉള്ളിലുള്ള ആ ഒരു ലൈറ്റ് എനർജി നമുക്ക് ഒന്ന് ഗ്ലോ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ സ്വയം ഒന്ന് നമ്മുടെ ജേർണി അത്രയും ഈസി അല്ല എന്ന് നിങ്ങൾക്കറിയാം. സ്വയം നമ്മൾ ഉരുകുന്ന അവസ്ഥയുണ്ട്. ആ സ്വയം ഉരുക്കിക്കൊണ്ടാണ് നമ്മൾ പ്രകാശിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ലൈറ്റ് എനർജിയെ നമുക്ക് ഗ്ലോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
ദാറ്റ്സ് പെയിൻഫുള്ളാണ്. അങ്ങനെ അത്തരത്തിലുള്ള അത്രയും നമ്മൾ എത്രത്തോളം പെയിൻഫുള്ളായിട്ടുള്ളൊരു ജേണിയിലാണുള്ളത്, അല്ലെങ്കിൽ ആ ഒരു പെയിൻഫുള്ളായിട്ടുള്ളൊരു സ്റ്റേജ് കടന്നു പോയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉള്ളിലെ ലൈറ്റ് എനർജിയെ ഗ്ലോ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. എത്രത്തോളം പെയിൻ അവിടെ നമ്മൾ സഫർ ചെയ്ത് മുന്നോട്ട് അല്ലെങ്കിൽ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നുവോ അതിനനുസരിച്ച് ആ ഒരു ജേണിയിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകും, അത്രത്തോളം ബെനിഫിറ്റ് ഉണ്ടാകും. ഓക്കെ, നമുക്ക് ഡിവൈൻ തരുന്ന ആ ഒരു സർക്കംസ്റ്റാൻസസ് ഡിവൈൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി സപ്പോർട്ടോടുകൂടി നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. ഈ ജേണി എന്ന് അവസാനിക്കുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതം അവസാനം വരെ ഉണ്ടാകും. അതുവരെയും നമ്മൾ ഒരു സോൾജിയറിനെ പോലെ, ഒരു വാരിയറിനെ പോലെ മുന്നോട്ട് പോകണം. നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനോ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ ഒരു അണുകിട വ്യത്യാസം വരുത്തുവാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്ന് ഇത് മാറ്റിവെക്കാം, നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം എന്ന് വിചാരിക്കാനുള്ള ഒരു അവകാശവും നമുക്കില്ല. നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ഇത്രയും കാര്യങ്ങളുണ്ട്. ഒരു സമൂഹത്തിൽ ഒരു ഡോക്ടറോ ഒരു നേഴ്സോ ഒരു സാമൂഹിക പ്രവർത്തകനോ ഒരു സോൾജിയറോ ഒക്കെ ചെയ്യുന്ന ആ ഒരു സേവനത്തിൻ്റെ ആകെത്തുകയാണ് എന്ന് വെച്ച് അവരെ ഞാൻ കമ്പയർ ചെയ്യുമല്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുവാണ്. അതിൻ്റെ എല്ലാം ആകെത്തുകയാണ് നമ്മളെന്നുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്യേണ്ടുന്ന കർമ്മം നമ്മുടേതായ രീതിയിൽ. ഓക്കെ, അവർ ചെയ്യുന്ന പ്രവൃത്തി നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇവർ ചെയ്യുന്ന എല്ലാ ഡ്യൂട്ടീസിൻ്റെയും ആ ഒരു ഉത്തരവാദിത്വം അത്രയും ഒരു എന്താ പറയുക, ഒരു അർപ്പണ മനോഭാവം നമുക്കുണ്ടാവേണ്ടതാണ്. അവരൊക്കെ ആയിരിക്കണം നമ്മുടെ റോൾ മോഡൽസ്. നിങ്ങളുടെ ചുറ്റിലുമുള്ള അത്തരത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളെ, ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടാവും, അത്തരത്തിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾ റോൾ മോഡലായിട്ട് എടുക്കൂ. അവരെന്തുമാത്രം അവരുടെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ശ്രദ്ധിക്കൂ. അതിനേക്കാളും മഹത്തരമായൊരു കാര്യം ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ബർത്ത് കൂടിയാണ്. നമ്മളെ ഈ ഒരു നമ്മുടെ എല്ലാ ബാഗേജസും ക്ലിയർ ചെയ്ത് നമ്മുടെ ഒരു പകുതി അപ്പുറത്തുണ്ട്. അദ്ദേഹത്തെയും കൂട്ടി മോക്ഷപ്രാപ്തിയിലേക്ക് പോകേണ്ടവരാണ്. ഓക്കെ, അപ്പോൾ അത്രയും വലിയൊരു കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയും ചെയ്തു തീർക്കാനുള്ള അവസരമാണ്. അപ്പോൾ അതൊക്കെയും മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് തന്നെ മുന്നോട്ട് പോവാം. ഇപ്പോൾ തണുപ്പാണ്, മഴയാണ് എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഒരു എക്സ്ക്യൂസസും പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ ആ വ്യക്തികൾ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ ഇങ്ങനെയൊക്കെ കരുതിയിട്ടാണോ വീട്ടിൽ ഇരിക്കുന്നത്? അവരങ്ങനെ കരുതിയിരിക്കുന്നുണ്ടോ? ഇല്ല. അവർക്ക് ഡ്യൂട്ടീസ് ഇമ്പോർട്ടൻറ്റ്. നമുക്കും അതുപോലെ തന്നെ ആയിരിക്കണം, അതിനേക്കാൾ മുകളിലായിരിക്കണം. നമ്മളെ ആശ്രയിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? രാവിലെ എഴുന്നേറ്റ് നിങ്ങളെ പ്രേയേഴ്സ്, നിങ്ങളുടെ മെഡിറ്റേഷൻ മസ്റ്റായിട്ടും ചെയ്തിരിക്കുക. അതിനുവേണ്ടി രാത്രി നേരത്തെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റണം. നിങ്ങളത് ഷെഡ്യൂൾ ചെയ്ത് കൊണ്ടുവരണം. രാത്രി നേരത്തെ ഉറങ്ങുക. അപ്പോൾ നമുക്ക് രാവിലെ നേരത്തെ തന്നെ ഉണരാൻ സാധിക്കും. ഉണർന്ന് നിങ്ങളുടെ മെഡിറ്റേഷൻ, പ്രാർത്ഥന, പ്രാണായാമ ഇത് 3 മസ്റ്റായിട്ടും ചെയ്യാം. പിന്നെ ചക്ര ക്ലെൻസിങ്ങും ലോക്കിങ്ങും നിങ്ങൾക്ക് രാവിലെ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ അത് സന്ധ്യയ്ക്കെങ്കിലും ചെയ്യുക. സന്ധ്യയ്ക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നെങ്കിലും നിങ്ങളത് ഒരു ദിവസം ഒരു പ്രാവശ്യം അത് ചെയ്തിരിക്കുക. 2 പ്രാവശ്യം ചെയ്യാൻ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അത് ഭയങ്കര ബെനിഫിറ്റബിൾ ആണ് കേട്ടോ. ടൈമില്ലായിരിക്കും എല്ലാവർക്കും. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആ ചക്ര ക്ലെൻസിങ്ങും, ഒരു 24 മണിക്കൂറാണ് അതിൻ്റെ ടൈം. 24 മണിക്കൂർ കഴിയുന്നതിന് മുന്നേ അടുത്തത് ചെയ്തിരിക്കണം. എപ്പോഴും നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടുന്നതിൻ്റെ കുറച്ച് മുന്നേ അതൊക്കെ ചെയ്ത് തീർത്ത് അങ്ങനെ മുന്നോട്ട് പോവാം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്തൊക്കെ ഡ്യൂട്ടീസാണോ ചെയ്യാതെ മാറ്റി വെച്ചത് ആ ഡ്യൂട്ടീസ് എല്ലാം ചെയ്ത് തീർക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റഡ് ആവുക. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോഴപ്പോഴും ചെയ്ത് തീർക്കുക. പിന്നീട് കുറച്ചുകൂടി എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ഞാൻ കുറച്ചുകൂടെ മുന്നേ ചെയ്ത് നിങ്ങളതൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് സഞ്ചരിക്കുക. പിന്നെ നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ നാളെ രാവിലെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. നാളെ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന്. അത് നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
അപ്പോൾ നാളെ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, നമുക്കൊരു ഉത്സാഹമൊക്കെ വരും. നാളെ ഇതൊക്കെ ചെയ്യണമല്ലോ എന്നുള്ളൊരു ഉത്സാഹം വരും. നമ്മൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യും. എന്നിട്ട് രാവിലെ കറക്റ്റ് ടൈമിൽ എഴുന്നേൽക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ മെഡിറ്റേഷനും പ്രേയേഴ്സൊക്കെ ചെയ്യുന്നു, നമ്മുടെ ഡ്യൂട്ടീസൊക്കെ ചെയ്യുന്നു. അപ്പോഴും നമുക്ക് തോന്നും, ഇന്ന് എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, ഞാൻ താങ്ക്ഫുള്ളാണ്. അത് താങ്ക്ഫുള്ളായിട്ടിരിക്കുക. എന്നാലും എനിക്ക് ഇന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യണമായിരുന്നു, അത് അങ്ങനെ ചെയ്യണമായിരുന്നു എന്നൊക്കെ നമുക്കൊരു ഇവാലുവേഷൻ ഉണ്ടായിരിക്കണം. ഇത് നാളെ അത് ചെയ്യുമ്പോൾ ഇന്നത്തേക്കാളും ബെറ്ററായിട്ട് ചെയ്യുക, അതിൻ്റെ അടുത്ത ദിവസം അതിനേക്കാളും ബെറ്ററായിട്ട് ചെയ്യുക. അങ്ങനെ നമ്മളെപ്പോഴും ബെറ്ററായിക്കൊണ്ടേയിരിക്കണം. ഒരിക്കലും നമ്മൾ താഴേക്ക് പോകാൻ പാടില്ല. താഴേക്ക് പോയാൽ വീണ്ടും അവിടെ നിന്ന് കയറി വരേണ്ടതായിട്ട് വരും. അത്രയും ടൈം പോകുന്നു, അത്രയും എനർജി പോകുന്നു. നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക, വീക്കായി പോവും, മൊത്തത്തിൽ വീക്കായി പോവും. നമ്മുടെ സ്പിരിച്വൽ ലെവലും വീക്കാവും, എല്ലാ തരത്തിലും വീക്കാവും. അതുപോലെ ഞാൻ ആരോഗ്യത്തിൻ്റെ കാര്യം പറഞ്ഞു. ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലൊരു വീഡിയോയും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ ചെയ്ത ഹെൽത്ത് ചലഞ്ചിൻ്റെ ഫസ്റ്റ് ഡേ. അതൊക്കെ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി മുന്നോട്ട് വരാനാണ്. അത് നിങ്ങൾ ഈ മാസം ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ചെയ്യുക? ഈ മാസം നമ്മുടെ ഹെൽത്തിൽ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു വർഷം നിൽക്കും. ഓക്കെ, ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ വേറെ ഒരു എക്സ്ക്യൂസസും ഇല്ല. ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹെൽത്ത് ഇല്ലെങ്കിൽ നമ്മളില്ലെന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, നമ്മുടെ ഡ്യൂട്ടീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനായിട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് രാത്രി നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക, രാവിലെ ഉണരാൻ ശ്രമിക്കുക. രാവിലത്തെ പ്രേയേഴ്സും എല്ലാ കാര്യങ്ങളും, പ്രേയേഴ്സ്, മെഡിറ്റേഷൻ എല്ലാം ചെയ്യുക. നമ്മുടെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് ചെയ്യാം. സന്ധ്യയ്ക്കും പ്രാർത്ഥിക്കുക. സന്ധ്യയ്ക്ക് ഞാൻ രാമായണ പാരായണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് മസ്റ്റായിട്ടും ചെയ്യാം. അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മനസ്സിലായിട്ടുള്ളവർ ചെയ്യാം. ഓക്കെ, രാമായണ പാരായണം ചെയ്യാം. നിങ്ങൾ എന്താണോ ഇന്നവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ആൻസെസ്ട്രൽ ഹീലിംഗ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചെയ്യാം. എല്ലാം കറക്റ്റായിട്ടൊരു നിങ്ങൾക്കൊരു സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ടായിരിക്കണം. ഇന്നത് ചെയ്യണം, ഇത്ര ടൈം, എല്ലാത്തിനും ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടായിരിക്കണം. അതൊക്കെയും ഒറ്റയടിക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. പതിയെ നിങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്ത് കൊണ്ടുവരാം. ബി പ്രൊഫഷണൽ ഡിയർ. വി ആർ പ്രൊഫഷണൽസ്. ഓക്കെ, ഒരു ഫിസിക്കൽ വേൾഡിൽ നിൽക്കുന്നൊരു പ്രൊഫഷണൽ എങ്ങനെ വർക്ക് ചെയ്യണം, അതുപോലെ നമ്മൾ പ്രൊഫഷണൽ ആകണം, സ്പിരിച്വൽ ആകണം. നമ്മളെല്ലാ തരത്തിലും നമ്മുടെ ഹെൽത്ത് വൈസ് ഓക്കെ ആയിരിക്കണം. വി ആർ ജസ്റ്റ് ലൈക്ക് വാരിയേഴ്സ്. നമുക്കൊരു ഡിമെറിറ്റ്സ് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, നമ്മൾ അത്രയും പവർഫുൾ ആയിരിക്കണം. ഡിവൈൻ ബീയിങ്സ് എന്ന് പറയുന്നത് ചെറിയ കാര്യമേ അല്ല. അത് വളരെ വലിയൊരു കാര്യമാണ്, വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ്. അതിൻ്റെ ഒരു പവർ, അതിൻ്റെ ഒരു പ്രൗഡ് ഒക്കെ മനസ്സിലാക്കുക. പ്രൗഡ്ഫുള്ളായിട്ട് മുന്നോട്ട് പോവുക. ഈ സഫറിങ്സൊക്കെ നമുക്ക് വളരാനുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആയിട്ട് മനസ്സിലാക്കുക. അവയൊക്കെയും ധൈര്യത്തോടെ ആ ഒരു സ്റ്റെപ്പായിട്ട് കണ്ട് ധൈര്യത്തോടെ അതിനെയൊക്കെ സമീപിച്ച് മുന്നോട്ട് പോവുക. അതിജീവനത്തെക്കാളും സമീപിക്കുക. ധൈര്യത്തോടെ നിങ്ങളത് സമീപിക്കുക, അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ ഡിയർ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലൂടെ നിങ്ങൾക്കൊരു അവെയർനെസ് പ്ലസ് ഒരു 4th അപ്ഡേറ്റിൽ എത്തിയെന്ന് കരുതി നിങ്ങൾ ഇതൊന്നും ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് ബെറ്റർ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി കൂടി ഞാനിതിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് റിസീവ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ബ്ലെസ്സിങ്സും ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജേണിയിൽ എല്ലാ ബ്ലെസ്സിങ്സും ഡിവൈൻ നൽകട്ടെ. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ എല്ലാ ബ്ലെസ്സിങ്സും ഡിവൈൻ നൽകട്ടെ. നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്ലെസ്സിങ്സ് എല്ലാം, നമുക്ക് എല്ലാ ബ്ലെസ്സിങ്സും ഡിവൈൻ തരില്ലല്ലോ. നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്ലെസ്സിങ്സ് എന്തായാലും, പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും നിങ്ങളുടെ ജേണിയിലായാലും, നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്ലെസ്സിങ്സ് എല്ലാം ഈശ്വരൻ ധാരാളമായി തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഡിയർ. താങ്ക് യു സോ മച്ച്.